മാർച്ച് 24, 2024 ആലപ്പുഴയിലെ പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഫോൺ കോൾ വരികയാണ്. ഇവിടെ പെട്രോൾ ഉപയോഗിച്ചുകൊണ്ട് രണ്ടുപേരെ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നായിരുന്നു ആ ഫോൺ കോളിൽ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ പോലീസുകാർ അഡ്രസ് തപ്പി കണ്ടുപിടിച്ചതിന് ശേഷം ആ സ്ഥലത്തോട്ട് എത്തുകയാണ്. ആ സ്ഥലത്തോട്ട് എത്തിയപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് 40 വയസ്സുള്ള പ്രമോദ് എന്ന് പറയുന്ന ഒരുത്തൻ മദ്യലഹരിയിൽ കയ്യിൽ പെട്രോളുമായിട്ട് തന്റെ സ്വന്തം ഭാര്യയും കുഞ്ഞിനോടും തന്റെ കൂടെ വന്നില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു കാണാൻ കഴിഞ്ഞത്. പോലീസുകാർ പതുക്കെ പോയി ബാക്കിൽ നിന്നും തട്ടുകയാണ്. പോലീസുകാരെ കണ്ടപ്പോൾ ഇവനിക്ക് യാതൊരു തരത്തിലുള്ള കുലുക്കവും കാര്യങ്ങളുമില്ല. പോലീസുകാരെ ഇവനെ അറ്റാക്ക് ചെയ്യാൻ നോക്കി. പോലീസുകാർ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള കാര്യങ്ങളും കണ്ടതുകൊണ്ട് തന്നെ ഇവനെ കീഴടക്കിയതിനു ശേഷം പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ്. പിന്നീട് ഇവനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ഇവന്റെ പേരിൽ കൊലക്കുറ്റത്തിന് കേസും കൂടി പോലീസുകാർ ചുമത്തിയിട്ടുണ്ടായിരുന്നു. കൊലപാതക ശ്രമത്തിന്റെ കേസും കൂടി പോലീസുകാർ ചുമത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർക്ക് പോലീസ് സ്റ്റേഷനിലോട്ട് ഒരു ഊമക്കത്ത് വരികയാണ്. ആ ഊമക്കത്ത് വായിച്ച പോലീസുകാർ പിന്നീട് ഇവൻക്കെതിരെ കൊലപാതക ശ്രമത്തിനുള്ള കേസ് മാറ്റിയിട്ട് ഇവൻക്കെതിരെ ഒരു കൊലക്കുറ്റത്തിന്റെ കേസ് പോലീസുകാർ ഫയൽ ചെയ്യുകയാണ്. ആ കത്തിനുണ്ടായ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. മാന്നാർ ശ്രീകല കൊലപാതകത്തിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. ഈ കത്ത് വെച്ച് 3 മാസത്തോളം പോലീസുകാർ സീക്രട്ടായി അന്വേഷിക്കാൻ തുടങ്ങുകയാണ്. സീക്രട്ടായി അന്വേഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ടൈമിന് തന്നെ ഈ 3 മാസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രമോദ് ഉൾപ്പെടെ അടങ്ങിയിരിക്കുന്ന 4 ആൾക്കാരുടെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഒരു കേസ് വരികയാണ്. അതും ഒരു കൊലപാതക കുറ്റത്തിന്റെ കേസും കാര്യങ്ങളും തന്നെയായിരുന്നു. സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ കേസ് കൊണ്ടുപോയി കൊടുത്തത്. ഈ കൊലപാതകത്തിൽ സുരേഷിന് ചെറിയ രീതിയിലുള്ള പങ്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ശ്രീലക കൊലപാതകത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസുകാർക്ക് വർഷങ്ങൾക്ക് ശേഷം മനസ്സിലാകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ പ്രമോദ് പോലീസുകാരുടെ കസ്റ്റഡിയിലുണ്ട്. പിന്നീട് ജിജുവിനും പോലീസുകാർ അറസ്റ്റ് ചെയ്യുകയാണ്. ജിജു എന്ന് പറയുന്ന ഒരുത്തന്റെ പേരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോമരാജ് എന്ന് പറയുന്ന ഒരുത്തന്റെ പേരും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അഖിൽ കുമാർ എന്ന് പറയുന്ന മറ്റൊരുത്തന്റെ പേരും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ജിജുവിനെയും അതുപോലെ തന്നെ സോമരാജിനും പോലീസുകാർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. ഈ അഖിൽ കുമാർ ആണെങ്കിൽ വിദേശത്ത് ഒരു ജോലി ചെയ്തു വരുന്ന ഒരുത്തനായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ പ്രോട്ടോകോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കൊണ്ടുവന്ന് അറസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇവരെ ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ 3 പേരും വെച്ച് പോലീസുകാർ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഈ സുരേഷിനും വിളിച്ചിട്ടുണ്ടായിരുന്നു. സുരേഷ് പലതരത്തിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് വിവരിച്ചു കൊടുത്തു. പിന്നീട് ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഈ പ്രമോദിനും ജിജുവിനും അതുപോലെ തന്നെ സോമരാജിനും പോലീസുകാർ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് അതിന്റെ രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. പിന്നീട് അഖിൽ കുമാറിന്റെ വീട്ടിലോട്ട് ഇവരെല്ലാവരെയും കൂട്ടി പോലീസുകാർ നേരെ ചെന്നു. പോലീസുകാർ നേരെ ചെന്നപ്പോൾ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അവിടെ ഇവന്റെ അമ്മയുണ്ട്, അതുപോലെ തന്നെ ഭാര്യയുമുണ്ട്. ഈ അമ്മയുടെ അടുത്ത് ഈ സ്ത്രീകളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ഈ അമ്മ പറഞ്ഞത് ജനിച്ച് കുഞ്ഞുണ്ടായിട്ട് 1.5 വയസ്സായപ്പോൾ കാമുകനോടൊപ്പം അവൾ ഒളിച്ചോടി പോവുകയാണ് ചെയ്തത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് വീട്ടിൻ്റെ ബാക്കിൽ നിന്ന് ചെറിയ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളും കേട്ടത്. പെട്ടെന്ന് തന്നെ ഈ അമ്മ പുറത്തോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത് കുറച്ച് പോലീസുകാരൊക്കെ ചേർന്നുകൊണ്ട് ഈ കക്കൂസ് ടാങ്കിൻ്റെ സ്ലാവ് അടിച്ചു പൊളിക്കുന്നതായിരുന്നു ഈ അമ്മക്ക് കാണാൻ കഴിഞ്ഞത്. പിന്നീട് ഈ അമ്മ എന്താണ് ഈ ചെയ്യുന്നത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഉള്ള വിശദാംശങ്ങളും കാര്യങ്ങളൊക്കെ പോലീസുകാർ ഈ അമ്മയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. വർഷം 2007 അനിൽകുമാർ കല്ലിന്റെ പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന ഒരുത്തനായിരുന്നു. ശ്രീകലെ ഇവൻ കണ്ട് ഇവനിക്ക് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇവളെ വിവാഹം കഴിക്കുകയാണ്. വീട്ടുകാർക്കെല്ലാം എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവളെ വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് തന്നെ. അതിന്റെ കാരണം എന്ന് പറയുന്നത് സ്വന്തം മതത്തിൽ പെടാത്ത ഒരുത്തിയായിരുന്നു എന്നതുകൊണ്ട് തന്നെയായിരുന്നു ഇവരേക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ രണ്ടുപേരും വാടകയ്ക്ക് താമസിക്കാൻ തുടങ്ങിയാണ്. പിന്നീട് ഇവർക്കൊരു കുഞ്ഞ് ജനിച്ചു. പിന്നീട് ഈ അഖിൽ കുമാർ വിദേശത്ത് ജോലി ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സൗത്ത് ആഫ്രിക്കയിൽ ഇവൻ ജോലി ചെയ്യാൻ വേണ്ടി പോയി. ഒറ്റയ്ക്കൊരു പെണ്ണ് ഒരു വീട്ടിൽ എങ്ങനെയാണ് താമസിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നാട്ടുകാരുടെ വായിലെ ലൈസൻസ് ഇല്ലാത്തതുപോലെ തന്നെ അവിടെയും പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവളെ പറ്റി സംസാരിക്കാൻ തുടങ്ങുകയാണ്. അത് ഇവൾക്ക് തിരിഞ്ഞത് കൊണ്ട് തന്നെ ഇവളെ സ്വന്തം വീട്ടിലോട്ട് പോയി. സ്വന്തം വീട്ടിലോട്ട് പോയപ്പോൾ ഇവൻ അവിടെ നിന്നും അഖിൽ കുമാർ സൗത്ത് ആഫ്രിക്കയിൽ നിന്നും നാട്ടിലോട്ട് വന്നു. ഈ കാര്യങ്ങൾ ഇവക്കൊന്നും അറിയില്ല. എനിക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ തിരിഞ്ഞത് ഈ നാട്ടുകാരൊക്കെ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവൻ നാട്ടിലോട്ട് വന്നത്. ഇവൻ നേരെ വീട്ടിൽ പോയി നോക്കുമ്പോൾ വീട് പൂട്ടിക്കിടക്കുന്നു. പിന്നീട് അവിടെയുള്ള ആൾക്കാരുമായിട്ട് കുറച്ച് തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നേരെ ഇവളെ വീട്ടിലോട്ട് പോയിട്ട് അവിടെ ഇവന് പെട്ടിയും കാര്യങ്ങളെല്ലാം വെച്ചതിന് ശേഷം അവിടെ എല്ലാവരുടെ ഹാപ്പി ആയിട്ടായിരുന്നു സംസാരിച്ചത്. ഇവളടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചതിന് ശേഷം പറയുകയാണ് നമുക്ക് രണ്ടുപേർക്കും പുറത്ത് ട്രെക്കിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൾ മനസ്സിൽ വിചാരിച്ചു നാട്ടുകാരില്ലാത്ത തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ ഈ കാര്യങ്ങളൊന്നും വിശ്വസിച്ചിട്ടില്ലല്ലോ എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ സ്ത്രീകളൊക്കെ അപ്പോൾ മനസ്സിൽ വന്നത്. പിന്നീട് ഇവരൊരു കാർ എടുത്ത് പുറത്തോട്ട് പോവുകയാണ്. പക്ഷെ ആ കാറിൽ അഡീഷണലായിട്ട് 3 ആൾക്കാരും ബാക്കിലുണ്ടായിരുന്നു. അത് ഈ പ്രമോദും അതുപോലെ തന്നെ ജിജുവും സോമരാജുമായിരുന്നു ആ കാറിൻ്റെ ബാക്കിലുണ്ടായിരുന്നത്. ഈ അഖിൽ കുമാർ കാറിൻ്റെ ഫ്രണ്ടിലിരുന്നു. അതുപോലെ തന്നെ ശ്രീലകയിൽ അതിൻ്റെ മുമ്പിൽ ഇരുന്നതിന് ശേഷം ഇവർ ട്രക്കിങ്ങിന് വേണ്ടി പോവുകയാണ്. പക്ഷെ അവസാനത്തെ യാത്രയായിരിക്കുമെന്ന് ശ്രീലകയ്ക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല.
അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർ മുന്നോട്ട് പോകുമ്പോൾ ഇവളെ കഴുത്തിൽ കയറിട്ടുകൊണ്ട് ഇവർ 3 പേരും ബാക്കിൽ നിന്നും അവളെ കഴുത്തിൽ കയറ് മുറുക്കി ഇവളെ കൊലപാതകം ചെയ്യുകയാണ്. ഇവളെ കൊലപാതകം ചെയ്യാനുള്ള പ്ലാനിങ് മുഴുവൻ ഈ അഖിൽകുമാറിൻ്റെതായിരുന്നു. തൻ്റെ ഭാര്യയെ ഇങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം ട്രക്കിങ്ങിന് എന്ന് പറഞ്ഞുകൊണ്ട് കാറിൽ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ 3 പേരും കൂടിയിട്ട് അവളെ കഴുത്തിൽ കയറിട്ട് മുറുക്കി അവളെ കൊലപാതകം ചെയ്യണം എന്നായിരുന്നു പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വേറെ ആയിട്ടുള്ള കാര്യങ്ങൾ പ്ലാനിങ്, ബോഡി എവിടെയാണ് ഡബ് ചെയ്യേണ്ടത് എന്ന രീതിയിലുള്ള പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഇവരെടുത്ത് പറഞ്ഞു. നമ്മൾ ഇന്ന ബ്രിഡ്ജിൻ്റെ അടുത്ത് പോകുമ്പോൾ അവിടെ നിന്നും താഴോട്ട് ഇവളെ ബോഡി എടുത്ത് പുറത്തിടുമെന്നായിരുന്നു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഇവർ നേരെ പോയി ആ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. ആ ബ്രിഡ്ജിൻ്റെ മേലെ കയറിയിട്ട് വാഹനങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കിയാണ്. വാഹനങ്ങളൊന്നും വരാത്തത് കൊണ്ട് തന്നെ ഇവളെ മോടി നേരെ എടുത്തിട്ട് നേരെ ആ പാലത്തിൽ നിന്നും താഴോട്ട് ഇടാൻ വേണ്ടി നോക്കിയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, അഖിൽകുമാർ പറഞ്ഞു, വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ എന്താക്കുക, വണ്ടിയിൽ തന്നെ ആ ബോഡി കയറ്റിയെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവളെ ബോഡി നേരെ ആ വാഹനത്തിൽ കയറ്റിയതിന് ശേഷം ഇവൻ നേരെ വാഹനം തിരിച്ചുകൊണ്ട് പോവുകയാണ്. എവിടെയാണ് എന്ന് പോകുന്നത് ഇവർക്ക് 3 പേർക്കും അറിയില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ പോയി വാഹനം നിർത്തിയത് ഇവൻ്റെ വീട്ടിലായിരുന്നു. ഇവൻ ജനിച്ചു വളർന്ന ഇവൻ്റെ വീട്ടിലായിരുന്നു ഇവൻ വാഹനം നിർത്തിയത്. അവിടെ നിന്നാണ് നമ്മളെ ഈ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കേസ് കൊടുത്ത സുരേഷ് ഇതിലെല്ലാം ഇൻവോൾവ് ആകുന്നത്. അതായത് ഇവൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുകയാണ്, ഇവനെ വിളിച്ചു കൊണ്ടുവന്ന് ഹെൽപ്പ് ചോദിക്കുകയാണ്, ഇവളെ ബോഡി മുറിച്ച് കഷ്ണങ്ങളാക്കാൻ വേണ്ടിയിട്ട്. ഇവൻ ഇതെല്ലാം വിസമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ 4 പേരും കൂടിയിട്ട് ഇവനെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം ഇവളെ ബോഡിയും ഇവരെല്ലാവരും കൂടി കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ്. അതിനുശേഷം കക്കൂസ് ടാങ്കിൻ്റെ മൂടി മാറ്റിയതിന് ശേഷം അതിലോട്ട് ഈ ബോഡി മുഴുവൻ ഡബ് ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ഡ്രസ്സും എയർ ക്ലിപ്പും കാര്യങ്ങളൊക്കെ അതിനോട് കൂടി തന്നെ ഡബ് ചെയ്യുകയാണ്. അന്നേ സമയം ആ കുഞ്ഞിനുണ്ടായ വയസ്സ് എന്ന് പറയുന്നത് 1.5 വയസ്സ് മാത്രമായിരുന്നു. ഈ 1.5 വയസ്സുള്ള ടൈമിനായിരുന്നു തൻ്റെ അമ്മ വേറെ ആരുടെയോ കൂടി ഒളിച്ചോടിപ്പോയി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അവിടെ മുഴുവൻ ഇവൻ പറയുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവൻ്റെ അച്ഛൻ നേരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു കേസ് കൊടുക്കുന്നുണ്ട്. ഇവളെ കാണാത്തത് കൊണ്ട് തന്നെ ഇവൾ ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു, ഇവളെ കാമുകനോടൊപ്പം ഇവൾ ഒളിച്ചോടിപ്പോയി എന്നായിരുന്നു ഈ അഖിൽകുമാർ വീട്ടിലും അതുപോലെ തന്നെ നാട്ടിലും എല്ലായിടത്തും പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അഖിൽകുമാറിൻ്റെ അച്ഛനും ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു. ഇവൾ ഒളിച്ചോടി പോയിട്ടുണ്ടാകുമെന്ന രീതിയിൽ തന്നെ പോലീസുകാരും വിചാരിച്ചുകൊണ്ട് തന്നെ വലിയ രീതിയിൽ അന്വേഷണം കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചില നാട്ടുകാർ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന രീതിയിലുള്ള കിംവദന്തിയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസുകാർ കേസ് ഫയൽ ചെയ്യുന്ന ടൈമിന് സുരേഷിനെ മാപ്പ് സാക്ഷിയാക്കിയിട്ടായിരുന്നു കേസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആ കക്കൂസിൻ്റെ സ്രാവും കാര്യങ്ങളെല്ലാം പൊളിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് അന്വേഷിച്ച പോലീസുകാർക്ക് കിട്ടിയത് ആകെ ഇന്നറും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പും കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ മാത്രമായിരുന്നു പോലീസുകാർക്ക് ലഭിച്ചത്. അതിൽ നിന്നും എല്ലും കാര്യങ്ങളൊന്നും പോലീസുകാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 15 കൊല്ലമായിട്ട് ആ കക്കൂസ് ടാങ്ക് തന്നെയായിരുന്നു ഇവിടെ മൃതദേഹം ഉണ്ടായിരുന്നത്. ആ മൃതദേഹങ്ങളെല്ലാം ദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുടിയും അതുപോലെ തന്നെ ഹെയർ ക്ലിപ്പിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള കുറച്ച് മുടിയും അതുപോലെ തന്നെ ഇന്നർ വെയറും കാര്യങ്ങളും മാത്രമാണ് പോലീസുകാർക്ക് കിട്ടിയത്. പിന്നീട് പോലീസുകാരുടെ മുമ്പിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർ 4 പേരും ഒരുപോലെ തന്നെ കുറ്റം പോലീസുകാരോട് ഏറ്റു പറയണം. അതിനുശേഷം ഇവരെ കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. ഇതാണ് പോലീസുകാരുടെ മുന്നിലുള്ള ഏക വഴി. നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിലും നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.